കൂട്ടുകാരെ 20,000 താഴേക്കായിട്ട് ഒരു സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ സുസുക്കിയുടെ ആക്സസ് 125 ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് കേട്ടോ. വൈറ്റ് കളറിലിരിക്കുന്ന ഒരു വാഹനമാണ്. വൈറ്റ് കളറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്നാൽ പിന്നെ ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പറയാം. വൈറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കംപ്ലൈൻ്റ് അല്ല, അഴുക്ക് എടുത്ത് കാണിക്കും. അതാണ് വൈറ്റ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം. എങ്കിലും ഈ കൊടുക്കാനുള്ള വണ്ടീനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ഇവിടെ ഒരു ചെറിയൊരു സംഭവം, ഒരു ചെറിയ കളർ പോയിൻ്റ്, പിന്നെ ഈ സൈഡിൽ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രണ്ടിലെ ഈ ഗണ്ണിൻ്റെ അവിടെയും കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്. ഇവിടെ ഒന്നും കാര്യമായിട്ടില്ല, കാരണം അവിടെ ബ്ലാക്ക് കളർ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ ഗണ്ണ് കുഴപ്പമില്ല. ഈ സൈഡിലും ഇതിവിടെ ചെറിയൊരു സ്ക്രാച്ചുകൾ ഉണ്ട്. വണ്ടി കഴുകിയിട്ടില്ല എന്ന കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഡാഷ്ബോർഡിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് കളറായാലും വലിയ കുഴപ്പമില്ല. ഈ ഭാഗത്തൊക്കെ ചെറിയൊരു കളർ മങ്ങിച്ചുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ കൂടി ഇവിടെ ഡാഷ്ബോർഡിൻ്റെ അവിടെ ഈ മീറ്ററിൻ്റെ ഭാഗത്തൊന്നും വലിയ കലാപങ്ങളൊന്നും ഇല്ല കേട്ടോ. സീറ്റ് കവർ ഒരു ഡബിൾ സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഹോള് വീണിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് കാര്യമായിട്ട് അപാകതകൾ, പെയിൻ്റൊന്നും നഷ്ടം, വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനി ബാക്കിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ചൊന്നും പൊട്ടൽ ചീറ്റിലൊന്നുമില്ല. ഇവിടെ പോലെ ചെറിയൊരു ഒരഞ്ഞ ഒരുപാട് പോലെ സംഗതികൾ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഓൾറെഡി സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മോഡൽ പറഞ്ഞില്ല അല്ലേ, 2012 മോഡലാണ്. ഇനി വണ്ടി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടിക്കൊക്കെ അടുത്ത് നമ്മുടെ മൂരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. ഇനി വണ്ടീനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചോളൂടാ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ലൈക്ക് കുറച്ച് ദിവസമായിട്ട് കുറവായിട്ട് വരുന്ന പോലെ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിച്ച് കിട്ടിയാൽ വലിയൊരു ഉപകാരം. ഇനി ഈ വണ്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ സെക്കൻഡ് ഓണറാണ്, അങ്ങേർക്ക് അധികം ഉപയോഗമൊന്നുമില്ല, കാരണം വീട്ടിൽ വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഉപയോഗങ്ങളാണ് ഇതിന് വന്നിട്ടുള്ളൂ. ഈ അടുത്ത് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഇതിന് കഴിച്ചു വെച്ചിട്ടുണ്ട്, സർവീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കമ്പനി പാർട്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് സെല്ലർ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാശ് മുടക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടയർ പുതിയതാണ്, പുത്തൻ ടയറാണ് ബാക്കിലിട്ടിരിക്കുന്നത്. ഫ്രണ്ടിലെ ടയറിന് ഒരു കുഴപ്പമുണ്ട്, അതിനെക്കുറിച്ചും കൂടി പറയാം. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറും. ഫ്രണ്ടിലെ ടയർ എന്ന് പറയുമ്പോഴാണെങ്കിൽ ഒരു 20%, 30% എന്നൊക്കെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ചെത്തി പോയിട്ടുണ്ട്. ഈ സൈഡിൽ വലിയ കുഴപ്പമില്ല. എന്താ സംബന്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബെയറിങ് കൂടി മാറാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആളത് ഇപ്പോൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മേടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സംഗതി ബെയറിങ് ആയിരിക്കുള്ളൂ അതിൻ്റെ കുഴപ്പം. അത് മാത്രമാണ് ചെയ്യാനായിട്ട് ഈ വണ്ടിയിൽ ഏക കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ 2025 മെയ് മാസം വരെ ഉണ്ട്. 2025 മെയ് മാസം വരെ ഇൻഷുറൻസ് നിലവിലുണ്ട്. ഇനി പൊല്യൂഷനാണെങ്കിൽ പുത്തൻ പൊല്യൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളത് 50,800 ചില്ലാൻ 50,087 കിലോമീറ്ററാണ് നിലവിൽ ഇതിൽ കാണിക്കുന്നത്. ഇതുവരെ അങ്ങനെ കേബിൾ പൊട്ടുകയോ കാര്യങ്ങളോ ഓടാണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ആൾക്കില്ല എന്നാണ് എനിക്ക് ആളറിയാവുന്നതുകൊണ്ട് പറയാനുള്ളത്. നിങ്ങളത് വിശ്വസിക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും നിലവിൽ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ തന്നെയാണ് ആൾ യാത്ര ചെയ്തിട്ടുള്ളൂ ഈ വീട്ടിൽ. അതിൻ്റെ ആവശ്യങ്ങൾ തന്നെയാണ് ആൾക്കുള്ളൂ. ഇനി മുന്നേ ഇതൊന്ന് നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടാവും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ സംഭവങ്ങളൊക്കെ എല്ലാ സെറ്റപ്പ് തന്നെയാണ്. ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ പറഞ്ഞാലും 2012 മോഡലാണ്. 2027 ഇതിന് ടെസ്റ്റ് വരുള്ളൂ. സെക്കൻഡ് ഓണറാണ്. 50,000 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. അത്യാവശ്യം പണികളൊക്കെ കഴിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമാണ് നിങ്ങൾക്ക് നിലവിൽ ചെയ്യേണ്ടി വരുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടി, വൈറ്റ് കളറാണ് എങ്കിൽ പോലും ഒരുപാട് മോശമായിട്ടില്ല. നിങ്ങൾക്ക് ആ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ കാര്യം മനസ്സിലായി. അതിൻ്റെ ഓടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വില പറയുന്നത് 19,500 രൂപയാണ്. ഇനി നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നും ഇതിൽ ചെയ്യേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ആ ഫ്രണ്ട് ടയറിൻ്റെ അവിടുത്തെ ഒരു സംഗതി എനിക്ക് തോന്നിയതാണ് അതിൻ്റെ ബെയറിങ് പോയിട്ടുണ്ടാവും. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ഓടിക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിലും ടയർ ചെത്തി പോയതിൻ്റെ കാരണം അതാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ 19,500 വില പറയുന്നു. നിങ്ങൾക്ക് വിളിച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ നമ്പറിൽ വിളിക്കാം, വിലപേശലും കാര്യം ചെയ്യാം. ചാലക്കുടിക്ക് അടുത്ത് മൂരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത്.
ചെറിയ വിലയിൽ നിങ്ങൾക്കത് സൂട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെങ്ങനെ ഡീലാക്കിയോ കേട്ടോ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാച്ച വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.